സ്കിൻ ടാഗ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് സ്കിന്നിന്റെ റെസിസ്റ്റൻസ് കുറയാന്നുള്ളതാണ്. ഡാർക്കനിങ് അല്ലെങ്കിൽ സ്കിൻ ടാഗ്സ് ഒക്കെ കാണുന്നത് പിത്ത പേഴ്സണിലാണ്. ആണുങ്ങളാണെങ്കിൽ ആൽക്കഹോൾ, സിഗരറ്റ്, അങ്ങനെ സ്മോക്കിംഗ് അതൊക്കെ ഉണ്ടെങ്കിൽ പിത്ത ഔട്ട്റേജ് ഉണ്ടാക്കും. അത് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒത്തിരി കഴിക്കുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാം. നോൺ വെജ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് മീൽ സമയത്ത് ഉൾപ്പെടുത്തുക, ലഞ്ച് ടൈമിൽ ഉൾപ്പെടുത്തുക, ഡിന്നറിലേക്ക് പോവാതെ. അതുപോലെ പിന്നെ നമ്മൾ ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് നമ്മളെല്ലാം വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ വെളുത്തുള്ളിക്ക് ഒരു കറക്റ്റ് സമയം പറയുന്നുണ്ട് ആയുർവേദത്തിൽ. ഗ്രീഷ്മകാലത്ത് അത് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, പിത്തത്തേക്ക് ഉപയോഗിക്കുക. അങ്ങനെ ഓരോ ഫുഡ് ഐറ്റത്തിനും ഓരോ സമയം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉള്ള സമയത്ത് വെളുത്തുള്ളിയുടെ ഉപയോഗം കുറയ്ക്കുക. അങ്ങനെ പണ്ടത്തെ ആൾക്കാർക്ക് ഓരോ സ്പൈസസും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. വെറുതെ വാരി വെതറി ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തും നോക്കുമായിരുന്നു. അപ്പൊ ഈ റീസൺസ് ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സ്കിൻ ടാഗ്, പിന്നെ മെയിൻലി ഇത് പിത്ത പേഴ്സണ് ചെറിയൊരു ഇറിറ്റേഷൻ വന്നാൽ സ്കിൻ ടാഗ് ആയിട്ടോ ഒരു ഡിസ്കളറേഷൻ ആയിട്ടോ എപ്പോഴും വരും എന്ന് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്.